ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ടോപ്പ് ഫോം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയതായിട്ട് റിലീസായ ഒരു തായ് BL സീരീസാണ് കാണാൻ പോകുന്നത്. ഈ സീരീസിനെ കുറിച്ച് പറയുവാണെങ്കിൽ രണ്ട് ഹീറോസും സിനിമയിലൊക്കെ അഭിനയിച്ച് കുറച്ച് ഫേമസ് ആയി വരുന്ന പയ്യന്മാരാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ലവ് സ്റ്റോറിയും പിന്നെ ഒരു മൂവി ഇൻഡസ്ട്രി ആകുമ്പോഴത്തേക്കും അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളെല്ലാം കാണിക്കുന്ന ഒരു സീരീസാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഹീറോ ആയിട്ടുള്ള ജിന്നിനെയാണ് കാണിക്കുന്നത്. ജിന്ന് ഹെഡ്ഫോണൊക്കെ വെച്ച് ഇങ്ങനെ പാട്ടും കേട്ട് വരുന്ന ടൈമിനാണ് അവിടെ വലിയൊരു ബിൽഡിങ്ങിൽ അഖിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ടറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അഖിൻ നമ്മുടെ സീരീസിലെ മറ്റൊരു ഹീറോയാണ്. ആ സമയം പൊയ്ക്കൊണ്ടിരിക്കുന്ന ആഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൻ ഒരു പുതിയ മൂവി ചെയ്യുന്നുണ്ട്. അതിൽ ആൾ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് അഭിനയിക്കുന്നത്. ഭയങ്കര ഹിറ്റാകാൻ പോകുന്നതാണ്. അതിലെ ഹീറോയിൻ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ആഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഖിൻ്റെ ഫാൻസായിട്ടുള്ള ആൾക്കാരെല്ലാവരും ആ ഒരു ആഡൊക്കെ ഇങ്ങനെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതും ഒക്കെയുണ്ട്. ജിന്നും അപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിനാണ് കാറിൽ രണ്ടുപേര് വന്നിട്ട് ജിന്നിൻ്റെ അടുത്ത് ജിൻ വന്ന് കാറിൽ കയറാനായിട്ട് പറയുന്നത്. അത് ജിന്നിൻ്റെ ഫ്രണ്ട്സ് ആണെന്നോ അസിസ്റ്റൻ്റ് ആണെന്നോ ഒക്കെ പറയാം. അങ്ങനെ അവരുടെ കൂടെ കാറിൽ കയറി ജിന്ന് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അവർക്ക് എത്തേണ്ട സ്ഥലം എത്തി കഴിയുമ്പോഴത്തേക്കും കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ജിന്നിൻ്റെ ആ ഒരു അസിസ്റ്റൻറ്റ് അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കോഫി വല്ലതും വേണോ, നമുക്ക് കോഫി ഓർഡർ ചെയ്താലോ എന്ന്. ആ സമയം ഓക്കെ എന്നോ പറയുന്നുണ്ട്. എന്നിട്ട് നിനക്ക് ഏതാ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഫോൺ കാണിക്കുന്ന ടൈമിന് അതിൻ്റെ അകത്ത് നേരത്തെ കണ്ട ഈ അഖിൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ സമയം അഖിനെ കുറിച്ചൊരു സംസാരവും ടോപ്പിക്കും അവിടെ വരുന്നുണ്ട്. ജിന്നാണെങ്കിൽ അഖിൻ ഭയങ്കര വലിയ ഒരു ആക്ടറാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ടൈമിന് മറ്റൊരു അസിസ്റ്റൻറ്റ് പറയുന്നുണ്ട്, നിനക്കും ഇൻഡസ്ട്രിയിൽ അടിച്ചു കയറി വരണ്ടേ, നമുക്കെന്തായാലും നിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നുണ്ട്. ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിന്നിനും ഇപ്പോൾ അഭിനയിക്കാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. അതും അഖിൻ ഇപ്പോൾ ഈ പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കാൻ നിൽക്കുന്ന ആ ഒരു മൂവി തന്നെയാണ് ജിന്നും അഭിനയിക്കാൻ പോകുന്നത്. അങ്ങനെ ജിന്നും അവൻ്റെ അസിസ്റ്റൻറ്റും കൂടെ ആയിട്ട് ആ ഒരു കാറിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതേസമയം തന്നെ ജിന്നിൻ്റെ കയ്യിൽ ടിക് ടാക്ക് പോലത്തെ ഒരു മുട്ടായി ഉണ്ട്. അതവൻ എപ്പോഴും കഴിക്കുന്ന, അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു ടൈപ്പ് മുട്ടായിയാണ്. അങ്ങനെ അതും കയ്യിലെടുത്ത് വെച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് വാ നമുക്ക് ലൊക്കേഷനിലോട്ട് പോവാന്നൊക്കെ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് ജിന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിന് അവൻ്റെ ഫ്രണ്ട്സ് ഇരുന്ന് സംസാരിച്ച് പറയുന്നുണ്ട്, അതായത് ജിന്നിൻ്റെ മനസ്സ് മൊത്തം ഫുൾ ആണ്, ഒന്നുമില്ലാതെ ഒഴുങ്ങി കിടക്കുകയാണ്. എന്നാൽ അങ്ങനെ വിട്ടാൽ പോരാ, അവൻ്റെ മനസ്സിലും അവൻ ഓർക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് വേണം. അവനെ നന്നായിട്ടിരിക്കാൻ കാത്തോളണേ ദൈവമേ, അവനാണെങ്കിൽ നല്ല നല്ല അവസരങ്ങൾ കിട്ടണേ, ആരെന്ത് പറഞ്ഞാലും അത് സമ്മതിച്ചു കൊടുക്കാൻ നിൽക്കാതെ അവനാണെങ്കിൽ അവൻ്റേതായ തീരുമാനങ്ങൾ എടുക്കണേ, അവനാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും എപ്പോഴും സമ്മതിച്ചു കൊടുക്കുന്ന ഒരാളാണ്, അവനെപ്പോഴും അങ്ങനെ ചെയ്യാതിരിക്കട്ടെ എന്നൊക്കെ അവർ പറഞ്ഞിട്ട് കാറിൽ നിന്ന് അവരും ഇറങ്ങുന്നുണ്ട്. അവരാണ് ആക്ച്വലി ജിന്നിന് വേണ്ടിയിട്ട് ഡയറക്ടറിനോട് സംസാരിച്ച് ഇങ്ങനൊരു അവസരം നേടിക്കൊടുത്തത്. അങ്ങനെ ലൊക്കേഷനിൽ എത്തുമ്പോഴത്തേക്കും ഡയറക്ടറിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. ഡയറക്ടറിൻ്റെ പേര് ജോ എന്നാണ്. അങ്ങനെ ജിന്നിനെ ജോയ്ക്കാണെങ്കിൽ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവർ മൂന്നുപേരും കൂടെ ആയിട്ട് ഒരിടത്ത് ചെന്നിരിക്കുമ്പോഴത്തേക്കും ജിന്നിനോട് അവൻ്റെ അസിസ്റ്റൻസ് പറയുന്നുണ്ട്, അതായത് ജോ എന്ന് പറഞ്ഞാൽ മൂവി ഇൻഡസ്ട്രിയിൽ കുറച്ച് ഫേമസ് ആയിട്ടും പോപ്പുലറായിട്ടും ഉള്ള ഒരു ഡയറക്ടറാണ്. അയാൾ പറയുന്നതെല്ലാം കേട്ടും കണ്ടൊക്കെ നീ നിന്നോ, അതാണ് നല്ലത്. അയാളാണെങ്കിൽ ഭയങ്കര പോപ്പുലർ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും അവസരങ്ങളൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ജിന്നും അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവൻ്റെ ആ ഒരു ടിക് ടാക്ക് അതെടുത്തിട്ട് ഒരെണ്ണം കഴിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരെണ്ണം ഉരുണ്ട് വന്ന് താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ അത് തന്നെ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത് നേരെ ചെന്ന് വീഴുന്നത് അഖിൻ്റെ മുന്നിലാണ്. അഖിനാണെങ്കിൽ ലൊക്കേഷനിലേക്ക് അപ്പം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അഖിനാണെങ്കിൽ അറിയാതെ അതിൽ ചവിട്ടുന്നുമുണ്ട്. അതേസമയം അതെടുക്കാമെന്ന ജിന്നാണെങ്കിൽ അഖിൻ്റെ മുന്നിലായിട്ട് വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ ഐ കോണ്ടാക്റ്റ് വരുന്നുണ്ട്. ഒരു 2-3 സെക്കൻഡ് അവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അഖിനാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ കൂടെ അങ്ങ് നടന്ന് പോവുകയാണ്. അങ്ങനെ റൂമിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും അവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു സെറ്റിലുള്ളൊരു പെൺകുട്ടിയുടെ അടുത്ത് അതാണോ പുതിയതായിട്ട് അഭിനയിക്കാൻ വന്ന ആ ഒരു പയ്യനെന്ന് നോക്കുമ്പോൾ അതേന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ സമയം അഖിനാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് പുതിയൊരു ആക്ടറിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ട് ഒത്തിരി നാളായി, ഒരു വെറൈറ്റി ആയിട്ട് ഇരുന്നോട്ടെ, പിന്നെ അവനെ കണ്ടിട്ട് ഒരു 7/10 മാർക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അസിസ്റ്റൻറ്റ് നീ 10ൽ അവന് 7 കൊടുത്തില്ലേ, 7 തന്നെ ഒരു അടിപൊളി മാർക്കാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സീന് ജിന്നും പിന്നെ ആ ഒരു സീനിലുള്ള മറ്റൊരു പെൺകുട്ടിയും തമ്മിൽ അഭിനയിക്കുന്നതാണ്. ജിന്നും ആ ഒരു മൂവിയിൽ അഖിലിനെ പോലെ തന്നെ ഒരു പോലീസ് ഓഫീസറായിട്ട് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് ഡേ ആണെന്ന് അവിടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു പോലീസ് ഓഫീസറായിട്ടുള്ള പെൺകുട്ടിയുടെ കൂടെ അവന് സംസാരിച്ച് വരുന്നതാണ് സീൻ. ആ ടൈമിന് ആ ഒരു മിസ്റ്റേക്ക് വരുത്തുന്നുണ്ട്. അവിടെ സെറ്റിൽ തന്നെ
ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോലീസിൻ്റെ വേഷത്തിലായിട്ട് അഖിനും ഇരിക്കുന്നുണ്ട് കണ്ടുകൊണ്ട്. ആ സമയം ഇവൻ മിസ്റ്റേക്ക് വരുത്തുമ്പോൾ നേരത്തെ ഇവന് 7 മാർക്ക് കൊടുത്ത അഖിനാണെങ്കിൽ മാർക്ക് വെട്ടിക്കുറച്ച് 6 ആക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോൾ 2-3 തവണ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവനാണെങ്കിൽ സെയിം മിസ്റ്റേക്ക് തന്നെ വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ ഒരു കൊടുത്ത 6 മാർക്ക് വെട്ടി 5 മാർക്ക് ആക്കുന്നുണ്ട് അഖിൻ. അവൻ്റെ മനസ്സിലാണ് ഇതെല്ലാം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് വീണ്ടും ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നേരത്തെ വരുത്തിയ മിസ്റ്റേക്ക് ജിന്ന് വരുത്തുന്നില്ല, ഡയലോഗെല്ലാം പറയുന്നുണ്ട്. എന്നാൽ അവൻ്റെ മുഖത്ത് തീരെ ഒരു ഇമോഷൻ ഇല്ലാതെ വെറുതെ ഡയലോഗ് പറയുന്നതാണെന്ന് തോന്നിയിട്ട് വീണ്ടും ആ കൊടുത്ത 5 മാർക്ക് വെട്ടിയിട്ട് 4 മാർക്ക് ആക്കുന്നുണ്ട് അഖിൻ. അങ്ങനെ ആ ഒരു സീന് ഇങ്ങനെ കണ്ടിന്യൂ ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം പറയാനുള്ള ആ ഒരു ഡയലോഗ് പറയുന്നതിന് പകരം ജിന്ന് സ്വയം ഇംപ്രവൈസ് ചെയ്തിട്ട് മറ്റൊരു ഡയലോഗ് പറയാണ്. അങ്ങനെ കട്ട് വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ജിന്ന് നിന്നിട്ട് ഡയറക്ടറിൻ്റെ അടുത്ത്, ഡയറക്ടർ ഞാനിപ്പോൾ സ്ക്രിപ്റ്റിലുള്ള ഡയലോഗല്ല പറഞ്ഞത്, മറ്റൊന്നാണ്, കുഴപ്പമുണ്ടോ, തെറ്റിപ്പോയെന്നൊക്കെ ചോദിച്ചപ്പോൾ ഡയറക്ടർ ഇല്ല ആ ഒരു ഡയലോഗ് കുഴപ്പമില്ല, മാച്ച് ആവുന്നുണ്ട്, ഓക്കെയാണ്. പിന്നെ അടുത്ത സീൻ തൊട്ട് അഭിനയിക്കുമ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് അഭിനയിക്കാനായിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവരിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അഖിനാണെങ്കിൽ അവനിപ്പോൾ ഇംപ്രവൈസ് ചെയ്ത് പറഞ്ഞല്ലേ, അപ്പോൾ അവന് കുഴപ്പമില്ല, ടാലൻ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു 4 മാർക്ക് ആക്കിയത് 1 മാർക്കും കൂടെ ആഡ് ചെയ്തിട്ട് 10ൽ 5 മാർക്കാക്കി വെക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മനസ്സിൽ. അതിനുശേഷം പിന്നീട് അവർക്ക് അടുത്ത സീൻ ഷൂട്ട് ചെയ്യണം. അങ്ങനെ പുറത്തൊരു സ്ഥലത്താണ് പോകുന്നത്. അങ്ങനെ ആ ഒരു സീനിൻ്റെ ഷൂട്ടിങ് കഴിയുമ്പോഴത്തേക്കും ലൊക്കേഷനിലേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. അയാളാണെങ്കിൽ അഖിനെ കണ്ടിട്ട് ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. അഖിനാണെങ്കിൽ ഇയാളെ കണ്ടിട്ട് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു മൈൻഡും ഇല്ലാതെ അങ്ങ് പോവുകയാണ്. അതേസമയം തന്നെ ജിന്നും അവിടെ ഇരിക്കുന്നുണ്ട്. ജിന്നിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പയ്യനും അവിടെ ഇരിപ്പുണ്ട്. ആ സമയം ജിന്ന് അത് ആരാ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാം, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, ആളുടെ പേര് ഓഫ് എന്നാണ്, എക്സോ എന്ന് പറഞ്ഞിട്ട് ഒരു ജ്യൂസ് ബ്രാൻഡ് ഉണ്ട്, അതിൻ്റെ ഓണറാണ് ഇയാളാണെങ്കിൽ പല ഡ്രാമാസിലും ഇയാളുടെ ആ ഒരു ജ്യൂസിനെ പ്രൊമോട്ട് ചെയ്യും. ആ ഒരു ഡ്രാമാസെല്ലാം ഭയങ്കര ഹിറ്റുമാണ്. ഇയാളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഓരോരോ ഇഷ്ടമുള്ള സംഭവങ്ങൾ മാത്രം ചൂസ് ചെയ്തെടുക്കുന്ന തരത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ട് നീ നന്നായിട്ട് അഭിനയിച്ചോ, അയാൾക്ക് നിന്നെ ഇഷ്ടപ്പെടണം, ഇല്ലെങ്കിൽ അയാൾ വല്ലതും പറഞ്ഞു കളയുന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഇയാളുടെ ആ ഒരു ജ്യൂസും കൂടെ പ്രൊമോട്ട് ചെയ്യാൻ കണക്കിനുള്ള ഒരു സീൻ ഷൂട്ടിങ്ങാണ്. ആ ഒരു സീന് നേരത്തെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തപ്പോൾ ജിന്നിൻ്റെ കൂടെ അഭിനയിച്ച ആ ഒരു പെൺകുട്ടിയുടെ കൂടെ ഇവൻ നിന്ന് സംസാരിക്കുന്നൊരു സീനാണ്. അപ്പോൾ ആ ഒരു സീനിൽ ഇവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്ത് തീർക്കാൻ വേണം. കാരണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള ലൈറ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു എക്സോ ജ്യൂസ് ബ്രാൻഡ് അത് 2 ഫ്ലേവേഴ്സാണ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നത്. ആ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് ഓഫ് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഓഫ് സെറ്റിലേക്ക് വന്നതും. അങ്ങനെ ഓഫാണെങ്കിൽ ആ ബ്രാൻഡ് വെച്ചാൽ മതി, മറ്റേ ബ്രാൻഡ് മാറ്റാനൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ടേക്കായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ തെറ്റിപ്പോകുന്നുണ്ട്. കാരണം ഓഫാണെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പറയും അത് വേണ്ട, ആ സീൻ കട്ട് ചെയ്യ്, കാരണം ആ ഒരു ജ്യൂസിൻ്റെ നെയിം നേരെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം തന്നെ സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. എന്നാലും ഡയറക്ടർ എങ്ങനെയും പെട്ടെന്ന് ചെയ്യണമെന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം തന്നെ അങ്ങോട്ടേക്ക് സെറ്റിലേക്ക് വന്നിട്ട് ഈ ഒരു കാര്യമെല്ലാം അഖിലും ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം എങ്ങനെയൊക്കെയോ അതൊന്ന് നേരെ വരുന്നുണ്ട്. എന്നാൽ ആ ഒരു സീനിൽ സംസാരിച്ച് വരുമ്പോൾ ജിന്നാണെങ്കിൽ കരയണം, എന്നാൽ ഇവനങ്ങോട്ട് ആ കണ്ണീര് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സീനും അവിടെ കട്ടായിട്ട് പിന്നെ ഒന്നേന്ന് തുടങ്ങണമെന്നുള്ള സിറ്റുവേഷൻ ആവുകയാണ്. ആ സമയം കുറേ ടേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അഖിനും ഒരുമാതിരി വരുന്നുണ്ട്. അങ്ങനെ ഒരു കട്ട് വിളിച്ച് കഴിയുമ്പോഴത്തേക്കും അഖിൻ ജിന്നിനെ വിളിച്ചുകൊണ്ട് ഒരിടത്തേക്ക് മാറി നിന്നിട്ട് നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം എൻ്റെ പേര് ജിന്നാണെന്ന് പറയുമ്പോൾ അഖിനാണെങ്കിൽ ജിന്നിൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിട്ട് ശ്വാസം ഒന്ന് വലിച്ചു വിടാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം അതിങ്ങനെ ചെയ്യാനായിട്ട് പറയുമ്പോഴത്തേക്കും ഇവിടെ 2 പേരുടെയും കണ്ണ് ചെറുതായിട്ടൊന്ന് നിറങ്ങി വരുന്നുണ്ട്. ആ സമയം തന്നെ അഖിനാണെങ്കിൽ പതുക്കെ അവൻ്റെ വിരൽ വെച്ചിട്ട് ജിന്നിൻ്റെ നെഞ്ചിലേക്ക് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. ആ സമയം അതെന്തെങ്കിലും ടെക്നിക്ക് പോലുള്ള സംഭവമായിരിക്കാം. ആ ടൈമിൽ അവന് കണ്ണീര് വരുന്നുണ്ട്. ആ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ ഇവന് കണ്ണീരും സങ്കടം ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അഖിൻ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ ഒരു സ്റ്റാഫ് വന്നിട്ട് സീനിന് വേണ്ടിയിട്ട് ജിന്നിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അഭിനയിക്കുമ്പോൾ ആ ഒരു കണ്ണീര് അവന് വന്നതുകൊണ്ട് തന്നെ സങ്കടവും കിട്ടുന്നുണ്ട്. ആവശ്യത്തിനായിട്ടുള്ള ആ ഒരു സീനിന് വരേണ്ട കണ്ണീരും ഇവൻ്റെ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീൻ പെർഫെക്റ്റായിട്ട് ചെയ്ത് തീരുന്നുണ്ട്. എല്ലാവർക്കും സമാധാനമാവുന്നുണ്ട്. ഇത്രയും ടേക്ക് എടുത്ത് ശരിയായപ്പോൾ കണ്ടുകൊണ്ടിരുന്ന അഖിനും സന്തോഷമാവുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹെൽപ്പ് ചെയ്തത് അഖിനായതുകൊണ്ട് തന്നെ ആ ഒരു സീൻ കഴിയുമ്പോൾ ജിന്ന് അഖിനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കുറച്ചുകൂടെ നൈറ്റായി കഴിയുമ്പോഴത്തേക്കും അഖിനാണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള സിന്നിനെ വിളിച്ചിട്ട് അവനോട് എല്ലാ ക്രൂവിനും വേണ്ടിയിട്ട് ഫുഡ് നീ ഓർഡർ ചെയ്യുക, കുറച്ച് കേക്കും സംഭവമൊക്കെ കൂടെ ഓർഡർ ചെയ്തേക്ക്, ആ ഓഫ് വന്നിരുന്നിട്ട് ചുമ്മാ കുറേ ഓരോ ടേക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും കൂടെ ആയിട്ട് വർക്ക് തീരാനായിട്ട് കുറേ ടൈം എടുത്തു. അയാളെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യം.
നല്ലൊരു സ്ക്രിപ്റ്റായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ അയാൾ വന്നിരുന്ന് എന്തൊക്കെയോ ഡയലോഗൊക്കെ ചേഞ്ച് ചെയ്ത് അത് നശിപ്പിച്ച് കുളമാക്കി. എനിക്കാണെങ്കിൽ ഇനി അയാളെ കണ്ടു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ വല്ലതും അയാളെ വിളിച്ച് പറഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ അവനാണെങ്കിൽ ഒരു വെൻഡിങ് മെഷീൻ്റെ അടുത്ത് നിന്നിട്ട് അതിൽ നിന്ന് ജ്യൂസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ബട്ടൺ പ്രസ് ആവുന്നില്ല. അങ്ങനെ അതിനോട്ടൊരു ചവിട്ട കൊടുക്കുന്നുണ്ട്. ആ ടൈമിന് നേരത്തെ തന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് അഖിനോട് താങ്ക്സ് പറഞ്ഞേക്കാമെന്ന് എഴുതിയിട്ട് ജിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ആ സമയം അഖിൻ ഫോണിൽ സംസാരിക്കുന്ന ജിന്ന് കേൾക്കുവാണ്. അഖിനാണെങ്കിൽ ഇത്രയും കുറ്റം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ എന്തോ ഓഫിനെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നു. അതുപോലെ തന്നെ ആ പുതിയതായിട്ട് അഭിനയിക്കാൻ വന്ന ആ ഒരു പയ്യൻ, അവനെ കാണുമ്പോഴും എനിക്കെന്താ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇത് കേൾക്കുമ്പോഴത്തേക്കും തന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതുകൊണ്ട് തന്നെ ജിന്നിന് ചെറിയൊരു വിഷമമാവുന്നുണ്ട്. എന്നാൽ അതവൻ പുറത്ത് കാണിക്കാതെ ചിരിച്ചുകൊണ്ട് തന്നെ അഖിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോവാണ്. പെട്ടെന്ന് ജിന്നിനെ കാണുമ്പോൾ അഖിനൊന്ന് ഞെട്ടുന്നുണ്ട്. താൻ പറഞ്ഞത് വല്ലതും ഇവൻ കേട്ട് കാണുമെന്നും ഡൗട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീ എപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുമ്പോൾ ഇപ്പം വന്നതേ ഉള്ളൂ എന്ന് ജിന്ന് കള്ളം പറയാണ്. ആ സമയം അഖിൻ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നീ കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ ജിന്ന് ഇല്ലയെന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അഖിൻ എങ്കിലും ഓക്കെ, അല്ല എന്താ കാര്യമെന്ന് വെച്ചപ്പോഴത്തേക്കും ജിന്ന് അത് പിന്നെ നിങ്ങൾ ഞാൻ ചെയ്ത മിസ്റ്റേക്കിനെല്ലാം എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാതെ എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ, താങ്ക് യു സോ മച്ച്. ഒരു ദിവസം എനിക്ക് നിങ്ങളെയും പോലെ ഭയങ്കര ടാലൻ്റായിട്ടുള്ള ഒരാളാവാൻ പറ്റിയാൽ മതി എന്നിങ്ങനെ ആഗ്രഹിക്കുന്നു, താങ്ക് യു എന്ന് പറയുന്നുണ്ട്. ആ സമയം അഖിൻ മറ്റൊന്നുമില്ലെങ്കിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നു പോകുന്നുണ്ട്. ജിന്ന സമയം വെൻഡിങ് മെഷീനിൽ നിന്ന് ഒരു ജ്യൂസ് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അഖിൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ജിന്നിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ടിക് ടാക്ക് അത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോവുകയാണ്. കാരണം ഇവരുടെ ഫസ്റ്റ് മീറ്റിൽ തന്നെ അറിയാതെ ആയാലും ജിന്നിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടിക് ടാക്കിൽ ചവിട്ടിയിട്ട് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അഖിൻ കാരണം. അതുകൊണ്ടാണ് ഇപ്പോൾ അഖിൻ അവന് ഒന്ന് വാങ്ങിച്ചു കൊടുത്തത്. അങ്ങനെ അഖിനാണെങ്കിൽ അത് കൊടുത്തിട്ട് പോയപ്പോൾ ജിന്നിനാണെങ്കിൽ നല്ല സന്തോഷമാവുകയാണ്. അതിനുശേഷം പിന്നീട് ഇവരുടെ ഒരു മൂവിയുടെ ഷൂട്ടിങ്ങിൻ്റെയും സംഭവങ്ങളുടെയൊക്കെ ന്യൂസൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയ കൂടെ പോകുന്നത്. അതായത് ജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ആക്ടറും കൂടെ വന്നിട്ടുണ്ട്. അവനും ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഇൻഡസ്ട്രിയിൽ അവന് നല്ലൊരു ഹീറോ ആവാൻ ചാൻസ് ഉണ്ട്. അഖിനും ജിന്നും അവർ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ജിന്നും അവൻ്റെ അവർ രണ്ട് അസിസ്റ്റൻസും കൂടെ ആയിട്ട് ഒരാളെ കാണാനായിട്ട് ഒരു ഓഫീസിലേക്ക് വരുന്നതാണ്. അങ്ങനെ അവർ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിന് ആ ഒരാൾ വരുന്നുണ്ട്. അയാളുടെ പേര് ജെയ്ഡ് എന്നാണ്. ജെയ്ഡ് ഒരു പ്രൊഡ്യൂസറാണ്, ഭയങ്കര വലിയൊരു ഹിറ്റായിട്ടിരിക്കുന്ന പ്രൊഡ്യൂസറാണ്. അപ്പോൾ ജെയ്ഡ് കമ്പനിയിലേക്ക് എത്തുന്നതും അവിടെ പുറത്ത് ഓഫീസിലിരിക്കുന്ന സ്റ്റാഫാണെങ്കിൽ ഫയലെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇവരുടെ അടുത്ത് 3 പേരുടെ അടുത്തും അകത്തേക്ക് കയറിയിരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ കയറിയിരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ജെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ ജെയ്ഡാണെങ്കിൽ ഇവരുടെ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ജോയാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു പുതിയൊരു പയ്യൻ വന്നിട്ടുണ്ടെന്ന് അഭിനയിക്കാനായിട്ട്, അവൻ്റെ അഭിനയം അടിപൊളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ സാധാരണ ജോയാണെങ്കിൽ ആരുടെയും അഭിനയം അത്ര അടിപൊളിയാണെന്നൊന്നും അങ്ങനെ പറയാറില്ല. എന്നാൽ നിൻ്റെ അഭിനയം അടിപൊളിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് ജിന്നിനോട് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ഞാൻ ആക്ച്വലി അത്ര നന്നായിട്ടൊന്നും ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, എന്നെ അഖിൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തു, ക്യാരക്ടറൊക്കെ മനസ്സിലാക്കി തന്നു, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. ആ സമയം ഡയറക്ടറാണെങ്കിൽ അഖിൻ അവൻ ശരിക്കും ടാലൻ്റുള്ളൊരു ആക്ടറാണ്, ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു ആക്ടറിന് പോലും അഖിൻ്റെ അടുത്ത് എത്താൻ പറ്റുന്നില്ല. എന്നാൽ നിന്നെപ്പോലെ കഴിവുള്ളൊരു പയ്യൻ വന്നെന്നറിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ നിന്നെ ഒന്ന് മീറ്റ് ചെയ്ത് അറിയണമെന്നുണ്ടായിരുന്നു, നിനക്ക് അഖിനെ കടത്തി വെട്ടാൻ കഴിയുമോ എന്ന്. അത് കേൾക്കുമ്പോൾ ജിന്നാണെങ്കിൽ അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാനാണെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് പോലും എത്തിയിട്ടില്ല, ഞാനിപ്പോഴും അഖിനെ കണ്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഡയറക്ടർ ശരിയാ, നീ അവനെ കണ്ടു പഠിച്ചോ, അവൻ ആക്ച്വലി പുറത്തിങ്ങനെ ഇരിക്കുന്നെങ്കിലും ഉള്ളിൽ എല്ലാവരെയും കുറിച്ച് കെയർ ചെയ്യുന്നുണ്ട്, ആ ഒരു ടീമിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും കെയർ ചെയ്യുകയും ചെയ്യും, അവനവൻ്റെ വർക്കിനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നൊരു പയ്യനാണ്. പിന്നെ ആക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പരസ്പരം ഹെൽപ്പ് ചെയ്ത് തന്നെയാണ് ഒരു മൂവിയിൽ അഭിനയിക്കേണ്ടത്. പക്ഷേ ആ ഒരു ദിവസത്തിൻ്റെ അവസാനം എത്തുമ്പോഴത്തേക്കും അവർ ഒരുമിച്ചായിരിക്കത്തില്ല, 2 ആൾക്കാർ തന്നെ ആയിരിക്കും. കാരണം അവാർഡ് ബെസ്റ്റ് ആക്ടറിന് കിട്ടുന്നത് 2 പേർക്കല്ല, ഒരാൾക്കാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് മത്സരിച്ചേ പറ്റത്തുള്ളൂ. നീ തന്നെ ഇനി ആലോചിക്ക്, ഇത്രയും വർഷം അഖിൻ, അതായത് ഒരു 10 വർഷത്തോളമായിട്ട് അവനാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ കടത്തി വെട്ടി മറ്റൊരു ആക്ടർ ഇതുവരെയായിട്ട് വന്നിട്ടുമില്ല. നിനക്കാണെ വരാൻ പറ്റുകയും ചെയ്യും. ഇനി നീ തീരുമാനിക്ക്, അവൻ്റെ ടോപ്പിലെത്തണോ അതോ അവൻ്റെ താഴെ തന്നെ കിടന്ന് അവൻ്റെ സക്സസ് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകണമെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്ക് ജിന്നാണെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ജെയ്ഡ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഞാനൊരു ക്രൂരനാണ് എന്ന് നിനക്ക് തോന്നിയേക്കാം, പക്ഷേ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഇതൊരു ബിസിനസ്സാണ്, ബിസിനസ്സിൽ പലതും മുന്നോട്ട് വന്നേ പറ്റത്തുള്ളൂ, പലതും പുറകിലേക്ക് പോയേ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്, നീ ഇനി തീരുമാനിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജിന്ന് എനിക്ക് അഖിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്.
അത് കേൾക്കുമ്പോൾ ജെയ്ഡ് ഒന്ന് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ജിന്ന് തിരിച്ചവൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. വന്നിരിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ അഖിൻ അഭിനയിച്ച സിനിമകളെല്ലാം ടി വിയിലിട്ടിങ്ങനെ ഓരോന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അഖിനെ തന്നെ നോക്കിയിരിക്കുന്ന ടൈമിന് അഖിൻ വാങ്ങിച്ചു കൊടുത്ത ഒരു ടിക് ടാക്ക് അതിൻ്റെ ബോക്സ് അവൻ്റെ കയ്യിൽ തന്നെ എടുത്ത് വെച്ചിട്ട് നോക്കുന്നുണ്ട്. അതിനുശേഷം അവനവൻ്റെ ഫോൺ എടുത്ത് അഖിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ അവനൊന്ന് എടുത്ത് നോക്കിയിട്ട് ഫോളോ ചെയ്യണോ വേണ്ടേ എന്നിങ്ങനെ തീരുമാനിച്ചിട്ട് അവനാണെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഇവനാണെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ട് സെറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ആ ടൈമിനാണ് അഖിനും അവൻ്റെ അസിസ്റ്റൻറ്റ് സിന്നും കൂടെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അഖിലിനെ കാണുന്നതും ജിന്നാണെങ്കിൽ സെൻസായി, ഞാനിന്ന് നന്നായിട്ട് അഭിനയിക്കാം, എൻ്റെ ടാലൻറ്റ് നിങ്ങൾ മനസ്സിലാക്കണം സെൻസൈ എന്ന് പറയുന്നുണ്ട്. ആ സമയം അഖിൻ നീ എന്നെ എന്താ വിളിച്ചെന്ന് ചോദിച്ചപ്പോൾ സെൻസൈ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അഖിൻ അങ്ങനെ വിളിക്കരുതെന്ന് പറയുമ്പോൾ ശരി സെൻസൈ എന്ന് വീണ്ടും പറഞ്ഞിട്ട് അഖിനെ അങ്ങനെ തന്നെ വിളിക്കുന്നുണ്ട്. ഈ സെൻസൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജാപ്പനീസ് വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറയുന്നത് ഇൻസ്ട്രക്ടർ, ആ ഒരു സംഭവമാണ്. അപ്പം അഭിനയിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ ജിന്നിന് അഖിൻ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാവാം ഒരു പക്ഷേ അവനെ സെൻസൈ എന്നിപ്പോൾ ഇങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ ജിന്ന് അത് വിളിച്ച് പോയി കഴിയുമ്പോൾ സിന്നാണെങ്കിൽ ചിരിക്കുന്നുണ്ട്. ആ സമയം അഖിലാണെങ്കിൽ നീ എന്തിനാണ് അവൻ പറയുന്നത് കേട്ട് ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവനൊന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന ഫസ്റ്റ് സീനാണ്. അതുകൊണ്ട് തന്നെ ജിന്ന് നന്നായിട്ട് അഭിനയിക്കണമെന്ന് തീരുമാനിച്ചിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ സീൻ സ്റ്റാർട്ടാവുന്നുണ്ട്. ഇവരാണെങ്കിൽ അഭിനയിച്ച് തുടങ്ങുന്നുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ സ്ക്രിപ്റ്റിലുള്ള സെൻറ്റൻസ് പറയാതെ അവന് തോന്നുന്ന ഇംപ്രവൈസ് ചെയ്തിട്ട് അവൻ സെൻറ്റൻസ് പറയുന്നുണ്ട്. ആ സമയം നല്ലതുപോലെ തന്നെ അഖിന് ദേഷ്യം വരുന്നുണ്ട്. എന്നാലും എങ്ങനെയൊക്കെയോ അവനും ആ ഇംപ്രവൈസ് ചെയ്തുള്ള രീതിയിൽ അഖിനും അവൻ്റെ ഡയലോഗ് പറഞ്ഞിട്ട് ആ ഒരു സീൻ ചെയ്ത് തീർക്കുന്നുണ്ട്. ആ ഒരു സീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ജിന്നാണെങ്കിൽ ഒരു സെൻറ്റൻസ് പോലും നേരെ പറയാതെ മൊത്തം ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്തതുകൊണ്ട് തന്നെ അഖിന് വല്ലാണ്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ജിന്നിന് അവൻ മനസ്സിൽ കിട്ടുന്ന 10ൽ 5 എന്നുള്ള മാർക്ക് അവൻ മാറ്റിയിട്ട് 10ൽ 1 ആക്കിയിരിക്കുകയാണ്. അത്രയും ലോ ആക്കി കൊടുത്തു. അവനാണെങ്കിൽ നല്ല ദേഷ്യമുണ്ട്. ആ ടൈമിന് ഡയറക്ടറാണെങ്കിൽ ഈ സീൻ ഇത് മതി നമുക്ക് അടുത്ത സീനിൽ പോകാമെന്ന് പറയുമ്പോൾ അവിടെ സെറ്റിലുള്ളൊരു പെങ്കൊച്ച് ചോദിക്കുന്നുണ്ട്, പക്ഷേ സാർ അത് പിന്നെ ജിന്ന് പറഞ്ഞ കുറേ ഡയലോഗും സ്ക്രിപ്റ്റിലുള്ളതല്ല, അപ്പോൾ പിന്നെ അത് ഓക്കെ ആണെന്ന് ചോദിച്ചപ്പോൾ ഡയറക്ടർ അത് മതി, അത് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവരടുത്ത സീനിലേക്ക് പോവാണ്. അതും ജിന്നും അഖിനും ഇതേപോലെ ഇന്ന് സംസാരിക്കുന്നൊരു സീനാണ്. അതിൽ സംസാരിക്കുമ്പോഴായാലും ജിന്നും ഉണ്ട്, അവൻ വേറെന്തോ പറയുമ്പോഴത്തേക്കും അഖിനങ്ങ് മൊത്തത്തിൽ ദേഷ്യം വന്നിട്ട് ജിന്നിൻ്റെ കോളറിൽ പിടിച്ചിട്ട് നിനക്കെന്താ അഭിനയം കുട്ടിക്കളിയാണെന്നാണ് തോന്നുന്നത്, നിനക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കട്ട് വിളിച്ചിട്ട് ഉടനെ തന്നെ ഡയറക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് അഖിൻ്റെ അടുത്ത് നീ ഇപ്പോൾ ഒന്ന് കൂളാവും, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അഖിനെ അവിടെ നിന്ന് വിടുന്നുണ്ട്. അങ്ങനെ അഖിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ ഡയറക്ടർ ജിന്നിൻ്റെ അടുത്ത് ജിൻ നീയാണെങ്കിൽ നിൻ്റെ ഇമോഷൻസ് കൂടെ കുറച്ചുകൂടെ പുറത്തേക്ക് കാണിച്ചിട്ട് അഭിനയിക്ക്, പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ സെൻറ്റൻസ് ഒന്നും മാറ്റി ഇംപ്രവൈസ് ചെയ്യാതെ, കാരണം എപ്പോഴും അഖിന് ആ ഒരു സീന് മുന്നോട്ട് അഭിനയിച്ച് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരത്തില്ല, അതുകൊണ്ട് നീ ഒന്ന് ട്രൈ ചെയ്യ്, ലൈനെല്ലാം കാണാതെ പഠിക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. ജിന്നും ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം പിന്നീട് ആ ഒരു അവിടുത്തെ സീൻ ഷൂട്ട് ചെയ്ത് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാനിൽ അവരടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ സമയം ജിന്നിൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം, നീ വാനിൽ കയറി ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജിന്ന് വാനിൽ കയറുമ്പോൾ ഓൾറെഡി വാനിൽ അഖിൻ ഇരിപ്പുണ്ടായിരുന്നു. അഖിൻ ഏറ്റവും ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. അവൻ്റെ അടുത്തേക്ക് ജിന്ന് ചെന്നിരിക്കുകയാണ്. ആ സമയം അഖിനാണെങ്കിൽ വണ്ടിയിൽ ഇഷ്ടംപോലെ സീറ്റ് വേറെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ജിന്ന് എൻ്റെ അടുത്ത് അത്രയ്ക്ക് ദേഷ്യമാണെന്ന് ചോദിച്ചപ്പോൾ അഖിനാണെങ്കിൽ ഇല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ, നീയാണെങ്കിൽ ഇഷ്ടമുള്ളിടത്ത് ഇരുന്നോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജിന്ന് എനിക്കാണെങ്കിൽ നിങ്ങളുടെ സോറി പറയണമെന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവരുടെ സ്ക്രിപ്റ്റിലുള്ള ആ ഒരു ഡയലോഗ് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കയ്യിരിക്കുന്ന സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അടുത്ത് ജിന്ന് പറയാനുള്ള ലൈൻ അവൻ പറയാനായിട്ട് തുടങ്ങുമ്പോൾ അഖിനാണെങ്കിൽ അവൻ്റെ അടുത്ത് ആ സ്ക്രിപ്റ്റ് അടച്ചു വെച്ചിട്ട് നിൻ്റെ ഉള്ളിലെ ഇമോഷൻസ് പുറത്തെടുത്തിട്ട് നീയായിട്ട് ആ ഒരു ഡയലോഗ് പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ആദ്യമൊന്നും മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ പിന്നീട് അവനവൻ്റെ ഇമോഷൻസും ആ ഒരു ക്യാരക്ടറും ഒക്കെ കൊണ്ടുവന്നിട്ട് അവൻ നന്നായിട്ട് തന്നെ ഡയലോഗ് പറയുന്നുണ്ട്. അടുത്ത അഖിൻ അവൻ്റെ ഡയലോഗ് പറയാണ്, ജിൻ അവൻ്റെ ഡയലോഗ് പറയുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് തന്നെ ആക്ട് ചെയ്യുമ്പോൾ അഖിനും സന്തോഷമായിട്ട് ഇതുപോലെ നിൻ്റെ ഇമോഷൻസ് നീ പുറത്തെടുത്തിട്ട് നന്നായിട്ട് അഭിനയിക്കണം, ചുമ്മാ ജസ്റ്റ് ഒരു ഡയലോഗ് പറഞ്ഞ് തീർക്കുക അങ്ങനെ മാത്രം വിചാരിക്കരുതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ അടുത്ത ലൊക്കേഷനിലെത്തിയിട്ട് അവൻ്റെ ഷൂട്ടിംഗ് ചെയ്യുവാണ്. അപ്പോൾ ഇവരിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ അഖിൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇമോഷൻസ് പുറത്തെടുത്ത് അഭിനയിക്കുക എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ഇവൻ അഭിനയിക്കുന്നത്. അങ്ങനെ ആ ഒരു സീൻ അനുസരിച്ച് ഇവനാണെങ്കിൽ അഖിൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ക്ലോസായി നിൽക്കുന്നൊരു സീനുണ്ട്. അതായത് ഒരു പോസ്റ്റ് എന്തോ മറിഞ്ഞ് വീഴുമ്പോഴത്തേക്കും അഖിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ആ ഒരു സീൻ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അഖിനും ജിന്നും നല്ല ക്ലോസ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ആ ഒരു ടൈമിന് ജിന്നാണെങ്കിൽ അഖിനെ തന്നെ നോക്കിയിരുന്നിട്ട് അവനെ കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നേരത്തെ നടന്നൊരു ഫ്ലാഷ് ബാക്ക് സീനാണ്. അതായത് നമ്മുടെ ജിന്നിൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് ആ ഒരു ദിവസം അഖിനാണെങ്കിൽ
കടയിലേക്ക് ഡ്രിങ്ക്സ് വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ഷൂട്ടിങ് ഇങ്ങനെ നടക്കുന്നതിനിടയിലുള്ള ടൈമാണ്. അപ്പോൾ അവൻ ആ ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ട് പോകാൻ നിൽക്കുന്ന ടൈമിന് അവിടെ നമ്മുടെ ജിന്നിൻ്റെ കയ്യിലുണ്ടായിരുന്ന അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ടിക് ടാക്ക് ഇരിക്കുന്ന കാണുന്നുണ്ട്. അഖിനറിയാണ്ട് ജിന്നിൻ്റെ ആ ഒരു ടിക് ടാക്ക് ചവിട്ടുകയും അത് പൊട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുള്ള സീനായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ താൻ കാരണമാണല്ലോ അത് പൊട്ടിപ്പോയത്, അവനൊന്ന് പുതിയത് വാങ്ങിച്ച് കൊടുത്തേക്കാന്ന് കരുതിയിട്ട് അവന് ഇഷ്ടപ്പെട്ട ആ ഒരു ടിക് ടാക്കും അവൻ ഒരെണ്ണം എടുത്ത് വാങ്ങുന്നുണ്ട്. അതാണ് നമ്മൾ പിന്നീട് കണ്ടത്. ജിന്നിന് ഇവനാണെങ്കിൽ ഒരു ടിക് ടാക്ക് കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.